ഇപ്പോഴത്തെ പൂക്കി പിള്ളേർ ഇതിങ്ങനെയല്ല ചെയ്യുന്നത് ഗെയ്സ്. കണ്ടോ കണ്ണൊക്കെ ഇട്ട് ആട്ടണ കണ്ടില്ലേ? വേറെ ഒന്നല്ല, രാവിലെ എഴുന്നേറ്റിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതിൻ്റെ ഗെറ്റ് റെഡിയാണ് നിങ്ങൾ കാണുന്നത്. ഒരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തിരഞ്ഞ് കിട്ടിയതാണ്. അത് നമ്മൾ ഇടുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ഗെയ്സ്. എന്നിട്ട് ഇതേ വാരി കഴിഞ്ഞിട്ടുള്ള അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ രാവിലെ വെട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഹെയർ സ്റ്റൈലിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടി ഷോ കാണിക്കലാണ്. കാരണം നമ്മൾ കണ്ണാടിയിൽ നമ്മൾ തന്നെ നോക്കുമ്പോൾ ഒരു സന്തോഷം തോന്നില്ലേ, അങ്ങനെ. പിന്നെ ഒരു പൊട്ടിൻ്റെ കുറവ് ഞാൻ കാണുന്നുണ്ട്. ഇട്ടിരിക്കുന്ന ജീൻസ് ആണെങ്കിലും ഒരു പൊട്ട് മസ്റ്റ് ആണ് എനിക്ക്. അപ്പോൾ ഒരു കുഞ്ഞ് ഐലൈനർ പൊട്ടാണ് കേട്ടോ ഇടുന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ പൊട്ട് തൊട്ടപ്പോഴാണ് ആ മുഖത്തിനൊരു ഭംഗി തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? അങ്ങനെ ഉമ്മയ്ക്ക് കൊടുത്തത് നേരെ കഴിക്കാനാണ് കേട്ടോ പോകുന്നത്. ഇന്ന് കഴിക്കാൻ ചപ്പാത്തിയും പിന്നെ ചെമ്മീൻ കറിയാണ്. അമ്മതേ ബാഗിൽ എന്തൊക്കെയോ പരിപാടിയുണ്ട്, ജസ്റ്റ് അതൊന്ന് ഇഗ്നോർ ചെയ്ത് കളയുക. വാതിലൊക്കെ അടക്കാൻ ഞാൻ മറന്നുപോയി. ഭയങ്കര വെയിലാണല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വേഗം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ പണികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മ പുറത്ത് പോയപ്പോൾ വന്നേ ഉള്ളൂ. അമ്മ ആദ്യം ഭക്ഷണം കഴിച്ചിട്ടാണ്. ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്ന ധൃതിയിലായതുകൊണ്ട് തന്നെ നമ്മളിതേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഈ വ്ളോഗ് എടുക്കുന്നത് വളരെ സിമ്പിളാന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ്. കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. കാരണം വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക, കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. പക്ഷെ നമ്മൾ എന്നിട്ടും ഒരു ആത്മാർത്ഥത പുറത്താണ് ഗൈസ് ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നത് മാത്രമല്ലല്ലോ, ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എൻ്റെ ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ട്. പ്ലേറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്നുള്ളത് പോലും അറിയില്ല. 2 ചപ്പാത്തിയായിരുന്നു കഴിച്ചത്. എനിക്ക് കുറച്ച് പയറും കൂടി വേണമായിരുന്നു കേട്ടോ. അങ്ങനെ പയറുണ്ട്. പുട്ടും അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതായിരുന്നു കേട്ടോ. പുട്ടും പയറുമായിരുന്നു. അപ്പോൾ എനിക്ക് പയർ ഇഷ്ടമായതാണ് പയർ അങ്ങനെ കുറച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ ബാക്കി വന്ന ചായയും കുടിച്ചിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനത് ഫിനിഷ് ആക്കിയിരിക്കുകയാണ്. അമ്മ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇനി ഡ്രസ്സ് മാറ്റാനും കൂടി ഉണ്ട് കേട്ടോ. എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു മെയിൻ പരിപാടിയാണ് വെള്ളം നിറച്ച് കുപ്പിയിൽ ഒരെണ്ണം എടുത്തോ എന്നുള്ളത്. അമ്മേനെ കണ്ട് പഠിച്ച് ഞാനിപ്പോൾ അത് അങ്ങനെയാണ് കേട്ടോ. എവിടെ പോയാലും ഒരു കുപ്പി വെള്ളം എൻ്റെ ബാഗിനകത്ത് ഉണ്ടാവും. പുറത്ത് പോകുമ്പോൾ 20 രൂപ മതിയെങ്കിൽ പോലും നമ്മളൊരു പിശുക്ക് സ്വഭാവം ഉള്ളത് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് കുപ്പി എടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതുപോലത്തെ അമ്മമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒന്ന് നോക്കിയാൽ പുറത്തു നിന്നുള്ള വെള്ളത്തിനെക്കാട്ടി നമ്മൾ വീട്ടിൽ നിന്ന് തിളപ്പിച്ചറിയ വെള്ളം എടുത്തുകൊണ്ട് പോകുന്നതാണ് നല്ലതെന്ന് തോന്നും. ഇന്ന് പുറത്തുനിന്നാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്തിൽ കാണുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ടോ ഞാൻ പുറത്തുനിന്ന് ബിരിയാണിയൊക്കെ കഴിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഹൈവേയിൽ എത്തിക്കുമ്പോൾ അവിടെ റോഡ് പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളതൊന്നും മൈൻഡ് ആക്കിയില്ല. നേരെ നമ്മൾ ആലപ്പുഴയ്ക്ക് വിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ആലപ്പുഴയുടെ റോഡാണ് കേട്ടോ. മുല്ലക്കൽ ചെറുപ്പം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിവിടെ വെച്ചിട്ടാണ് നടക്കാറുള്ളത് കേട്ടോ. അതിൻ്റെ ഒരു ക്ഷേത്രമാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. നമ്മൾ ഇവിടെ എങ്ങാനും പാർക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ പോകേണ്ട സ്ഥലം. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് പേര് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം നമുക്ക് സേഫായിട്ട് നമ്മുടെ വണ്ടി അവിടെ വെക്കല്ലെന്ന് വെച്ചിട്ട് അമ്മതേ പാർക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അത്യാവശ്യം വലിയൊരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ വണ്ടി വെയിൽ കൊള്ളാതെ സേഫാക്കി നമ്മളിതേ സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇത്ര നേരമായിട്ട് നമ്മളിവിടെ പോകാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, കല്യാൺ ജ്വല്ലേഴ്സിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അനിയത്തിൻ്റെ കുട്ടികളുടെ 1ാം പിറന്നാളാണ് കേട്ടോ ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത്. അത് കാരണം കുട്ടിക്ക് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. ഗോൾഡിന് ഇത്രയും വില കൂടിയ സമയത്ത് നമുക്ക് ഒരു തരി പൊന്നുപോലെ എടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കൊടുക്കേണ്ടതൊക്കെ നമ്മൾ കൊടുക്കണമല്ലോ. അങ്ങനെ ഇതേ കൈച്ചേന എടുക്കാമെന്ന് വെച്ചിട്ട് കൈച്ചേൻ സെക്ഷനിലാണ് കേട്ടോ ഞങ്ങളിവിടെ നിൽക്കുന്നത്. കൈച്ചേന ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടുന്നൊരു ഇഷ്യൂസ് ഒരാൾ പറഞ്ഞ കാരണം നമ്മൾ വിചാരിച്ചു വേറെ എന്തെങ്കിലും എടുക്കാമെന്നുള്ളത്. ഫൈനൽ ഡിസിഷനിൽ നമ്മൾ ജുമുക്ക തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ അവർക്ക് കുറേ കാലം ഇടുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എന്നെ നേരെ കൊണ്ടുപോയത് അവരുടെ ഉരുക്കുന്ന സെക്ഷനിലേക്കാണ് കേട്ടോ. എൻ്റെ കയ്യിലൊരു കൈച്ചേന ഉണ്ടായിരുന്നു കേട്ടോ. അതും പിന്നെ കുറച്ച് നമ്മുടെ കമ്മലിൻ്റെ ആണിയും ഒക്കെ ചേർന്നിട്ടുള്ള കുറച്ച് സെറ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടിയാണ് കേട്ടോ കൊടുക്കാൻ വേണ്ടി പോണത്. അങ്ങനെ അവരിതേ ഉരുക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇത്ര നാളെ ഉണ്ടായിരുന്ന സാധനം ഉരുകി ഒരു ബോൾ പോലെ ആകുന്ന രൂപത്തിലേക്ക് ആയി വരിക എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കഴിച്ചതിന് വട്ടത്തിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ കാണുന്നത്. അവരെന്തൊക്കെയോ വാരി ഇടുന്നുണ്ടായിരുന്നു ഇതിനകത്ത്. നേരെ ലായനിക്കകത്താണോ വെള്ളത്തിനകത്താണോ എന്ന് എനിക്കറിയില്ല. എന്തിനൊക്കെ മുക്കിയിട്ട് ലാസ്റ്റത്തെ പ്രോസസ്സാണ് കേട്ടോ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചെറുമണിക്കകത്ത് നിന്നാണ് ആ കഴിച്ചതിന് ഉണ്ടായിരിക്കുക എന്നുള്ളത് അത്ഭുതം തോന്നുന്നു. നമ്മൾ പിന്നെ മേടിച്ചിട്ടുള്ള കമ്മലാണ് കേട്ടോ അത് അവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2 കമ്മലാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട്, നല്ല രസമുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ പേപ്പറിൽ സൈനും ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. നേരെ നമ്മളിത് പുറത്ത് ഷോപ്പിങ്ങിനാണ് പോകുന്നത്. ടാറ്റ ബൈ ബൈ, സീ യു, ലവ് യു, ടേക്ക് കെയർ.